കണ്ണൂർ വിമാനത്താവളത്തിന് ഉടൻ പോയിന്റ് ഓഫ് കോൾ പരിഗണന ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പ്രവാസികൾ. തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട ഖരീഫ് സീസണിൽ ദോഫാറിൽ 1594 ആളുകളെ അറസ്റ്റ് ചെയ്തു. കനത്ത മഴയുള്ള പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് പുതിയ പ്രോട്ടോകോൾ വരുന്നു. നമസ്കാരം, പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. കണ്ണൂർ വിമാനത്താവളത്തിന് ഉടൻ പോയിന്റ് ഓഫ് കോൾ പരിഗണന ലഭിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന കണ്ണൂർ യാത്രക്കാർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നു. കണ്ണൂർ വിമാനത്താവള ഭരണസമിതിയായ കിയാലിന്റെ 15ാമത് സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇത് സംബന്ധമായ പ്രഖ്യാപനം നടത്തിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാന കമ്പനികൾക്ക് പറക്കാൻ അനുമതി നൽകുന്ന പോയിന്റ് ഓഫ് കോൾ പദവി ഉടൻ ലഭിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വിഷയം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും വിദേശ വിമാന കമ്പനികൾക്ക് കണ്ണൂരിൽ നിന്ന് പറന്നുയരാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറെ സൗകര്യത്തോടെയും സാങ്കേതിക മികവോടെയും നിർമ്മിച്ച വിമാനത്താവളമായിട്ടും കണ്ണൂർ വിമാനത്താവളം നേരിടുന്ന കനത്ത അവഗണന പ്രതികൂലമായി ബാധിച്ചിരുന്നു. നേരത്തെ ഗോഫസ്റ്റ് അടക്കമുള്ള കമ്പനികൾ കൃത്യമായി സർവീസ് നടത്തിയ കാലത്ത് നിരവധി യാത്രക്കാരാണ് കണ്ണൂരിനെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഇത്തരം വിമാന സർവീസുകൾ നിലച്ചതോടെ കണ്ണൂരിന്റെ ശനിദശ ആരംഭിക്കുകയായിരുന്നു. ഇതോടെ യാത്രക്കാർ കണ്ണൂരിനെ കൈയൊഴിയാൻ തുടങ്ങി. എന്നാൽ വിദേശ വിമാന കമ്പനികൾ പറക്കാൻ ആരംഭിക്കുന്നതോടെ കണ്ണൂർ വിമാനത്താവളം വീണ്ടും സജീവമാകും. നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾ കണ്ണൂരിലേക്ക് പറക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. വിമാനത്താവളത്തിന്റെ സുരക്ഷിതത്വവും മറ്റ് ആധുനിക സൗകര്യങ്ങളുമാണ് വിമാന കമ്പനികളെ ആകർഷിക്കുന്നത്. ഒമാനിൽ നിന്ന് സലാം എയർ അടക്കമുള്ള വിമാന കമ്പനികൾ കണ്ണൂരിലേക്ക് പറക്കാൻ ശ്രമിക്കുന്നതായാണ് അറിയുന്നത്. തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട ഖരീഫ് സീസണിൽ ദോഫാർ ഗവർണറേറ്റിൽ നിന്ന് 1594 ആളുകളെ അറസ്റ്റ് ചെയ്തു. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 21 വരെ നീണ്ടുനിന്ന ദോഫാർ ഖരീഫ് സീസണിൽ തൊഴിൽ മന്ത്രാലയം ദോഫാർ ഗവർണറേറ്റിലെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ മുഖേന വിപുലമായ പരിശോധനാ ക്യാമ്പയിനായിരുന്നു നടത്തിയിരുന്നത്. അറസ്റ്റിലായവരിൽ സ്വദേശികൾക്കായി നീക്കിവെച്ച പ്രൊഫഷനുകളിൽ ജോലി ചെയ്യുന്ന 611 വ്യക്തികൾ ഉൾപ്പെടുന്നുണ്ട്. മാന്യവും സുരക്ഷിതവുമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിൽ സഹകരിച്ചതിന് സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ ബിസിനസ്സുകൾക്കും മന്ത്രാലയം നന്ദി അറിയിച്ചു. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് പുതിയ പ്രോട്ടോകോൾ തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ ഇന്നോവേഷൻ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. കഠിനമായ കാലാവസ്ഥയിൽ വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പുതിയ പ്രോട്ടോകോൾ പ്രകാരം ക്ലാസുകൾ നിർത്തിവെക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം നാഷണൽ എമർജൻസി മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കും. മസ്കറ്റിലും ദോഫാറിലും 60 മില്ലിമീറ്ററും അൽവുസ്തയിലും മുസന്തത്തിലും 100 മില്ലിമീറ്ററും മറ്റു ഗവർണറേറ്റുകളിൽ 80 മില്ലിമീറ്ററും മഴ കവിഞ്ഞാൽ ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ഓൺലൈനിലേക്ക് മാറുകയോ ചെയ്യണം. പ്രതികൂല കാലാവസ്ഥയിൽ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകി വിദ്യാഭ്യാസ തുടർച്ച സംരക്ഷിക്കുക എന്നതാണ് ഈ സമീപനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ വർഷം ഏപ്രിൽ 14 മുതൽ ഏപ്രിൽ 17 വരെ കനത്ത മഴയ്ക്ക് ഒമാൻ സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതിന്റെ ഫലമായി വ്യാപകമായ വെള്ളപ്പൊക്കം, കൃഷിനാശം, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം എന്നിവ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സുനാമിയുടെയും അപകടങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനായി ദേശീയ അടിയന്തര മാനേജ്മെന്റ് കമ്മിറ്റി രാജ്യവ്യാപകമായി ക്യാമ്പയിൻ തുടങ്ങുന്നു. ദോഫാർ ഗവർണറേറ്റിലാണ് ക്യാമ്പയിന് തുടക്കമിടുന്നത്. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 7 വരെയായിരിക്കും ക്യാമ്പയിൻ. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും സുനാമി തിരമാലകളും മൂലമുണ്ടാകുന്ന അപകട സാധ്യതകളെ കുറിച്ചുള്ള സാമൂഹിക അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ഈ സംരംഭം ശ്രമിക്കുന്നു. അതേസമയം ഒന്നിലധികം അപകടങ്ങൾക്കുള്ള മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ താമസക്കാരെ പരിചയപ്പെടുത്തുകയും ചെയ്യും. ദോഫാർ ഗവർണറേറ്റിലെ എല്ലാ വിലായത്തുകളിലും പ്രചാരണം നടത്തും. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒമാൻ ഘടകം സംഘടിപ്പിക്കുന്ന മഞ്ഞപ്പട സൂപ്പർ കപ്പ് 2ാം സീസണും ഫാമിലി ഇവന്റും മബേലയിലെ മോൾ ഓഫ് മസ്കറ്റിന് പിൻഭാഗത്തുള്ള അൽഷാദി ടർഫിൽ ഒക്ടോബർ 4-ാം തീയതി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വൈകിട്ട് ആരംഭിക്കുന്ന ടൂർണമെന്റിൽ ഒമാനിലെ സെവൻസ് ഫുട്ബോളിലെ പ്രമുഖ താരങ്ങൾ അണിനിരക്കും. 16 ടീമുകൾ പങ്കെടുക്കുന്ന മെഗാ ടൂർണമെന്റിൽ കാഴ്ചക്കാർക്കും മത്സരാർത്ഥികൾക്കും ഒരുപോലെ ആവേശകരമായ അനുഭവമാകുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. സെവൻസ് ഫുട്ബോൾ ആസ്വാദനത്തിനൊപ്പം സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വിവിധ മത്സരങ്ങളും ആകർഷകമായ സമ്മാനങ്ങൾക്കും പുറമെ കാണികളിൽ നിന്ന് ഭാഗ്യശാലിയായ ഒരാൾക്ക് സർപ്രൈസ് സമ്മാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.